Hi students, in this section I am discussing part 3 of module 1. In part 3 I am dealing with avenues of investment and elements of risk. First, avenues of investment or various alternatives of investment. Many alternatives are available for investment. The investor need to analyze various alternatives and construct portfolio meeting investors' preference for risk and return with the objective of maximize return and minimize risk. ഇവിടെ പറയുന്ന ഇതാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സോഴ്സുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവും എന്ത് ചെയ്യണം, അവർ അനലൈസ് ചെയ്തിട്ട് അവരുടെ പ്രിഫറൻസ്, അവർക്ക് റിസ്ക് റിട്ടേണിലുള്ള പ്രിഫറൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു കൺസ്ട്രക്റ്റ് എ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ വി നോ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓർ അസറ്റ്. ഒരു കൂട്ടം സെക്യൂരിറ്റികളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം അസറ്റ് ക്ലാസസിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസ് റിട്ടേൺ ബൈ മിനിമൈസിങ് റിസ്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റർ അവരുടെ റിസ്ക് റിട്ടേൺ പ്രിഫറൻസുകൾ നോക്കണം. റിട്ടേൺ ഹയറായിട്ട് വേണം ഉള്ളവർ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഓപ്റ്റ് ചെയ്യുക. റിസ്ക് അവേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഓപ്റ്റ് ചെയ്ത് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഇടുക. അപ്പം ഓരോരുത്തരുടെയും ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററുടെയും പ്രിഫറൻസ് അനുസരിച്ചിട്ട് അവരുടെ റിസ്ക് റിട്ടേണിലുള്ള പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഓക്കെ, വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസ് റിട്ടേൺ ആൻഡ് മിനിമൈസ് റിസ്ക്. What are the various avenues of investment? First, equity share. Equity share have no preference right with respect to the payment of dividend and repayment of capital. Equity shareholdersനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റുമില്ല. ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് ഡിവിഡൻറ്റ് എല്ലാവർക്കും അവർക്ക് ആ കമ്പനിയിലെ പ്രിഫറൻസ് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും എല്ലാം കൊടുത്ത് തീർന്നതിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് ഡിവിഡൻറ്റ് കിട്ടത്തുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് സഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് ഡിവിഡൻറ്റ് കിട്ടൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കിട്ടൂ. അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വൈൻഡിങ് അപ്പ് ടൈമിൽ എല്ലാവർക്കും കൊടുത്ത് തീർത്തതിന് ശേഷം, ക്രെഡിറ്റേഴ്സിനും പ്രിഫറൻസിനും ഡിബഞ്ചേഴ്സിനും എല്ലാം കൊടുത്ത് തീർത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ അവരിട്ട ഇൻവെസ്റ്റ്മെൻറ്റ് മണി ആർക്ക് കിട്ടത്തുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് പറയുമ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ്. ആൻഡ് അതുമാത്രമല്ല, ഇക്വിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെയിലി ട്രേഡഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവിഡൻറ്റും ക്യാപിറ്റൽ അപ്രിസിയേഷനും ആർക്കുണ്ട്, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. ഇഫ് നല്ല രീതിയിലാണ് കമ്പനി മൂവ് ഓൺ ചെയ്യുന്നത്, നല്ല രീതിയിൽ വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈമിൽ ഡിവിഡൻറ്റും കിട്ടിക്കോളും. വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാം സഫീഷ്യൻ്റ് ആയിട്ടെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷനും മാർക്ക് കിട്ടിക്കോളും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിക്കോളും. ഓക്കെ, ആൻഡ് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അതായത് ദാറ്റ് ഈസ് മെമ്പർഷിപ്പ് ഇൻ ഗവേണിംഗ് ബോഡി. ഗവേണിംഗ് ബോഡിയിൽ അവർക്കൊരു കൺട്രോളുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഹൈ റിസ്ക് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ റിട്ടേൺ എങ്ങനെയാണ്, ഹൈ റിട്ടേൺ ആണ്. ഓക്കെ, മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, പ്രീ എംപ്റ്റീവ് റൈറ്റ്. പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഫർദർ ഇഷ്യൂ നടത്തുന്ന സമയത്ത്, ഓരോ തവണയും കമ്പനി ഇഷ്യൂ നടത്തുന്ന സമയത്ത് ആരോട് ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ആ ഇഷ്യൂയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവിടെ ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുണ്ട്. അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷമേ
പിന്നീട് പബ്ലിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രീ എംപ്റ്റീവ് റൈറ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു പ്രീ എംപ്റ്റീവ് റൈറ്റ് ആണ്. അതുപോലെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് റിട്ടേൺ ആണ്, ഇൻഡെഫിനിറ്റ് മെച്യൂരിറ്റി ആണ്. നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് എത്ര കിട്ടും റിട്ടേൺ എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇൻഡെഫിനിറ്റ് മെച്യൂരിറ്റി പീരീഡ് ആണ്. കമ്പനി എപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, next avenue is preference share. Preference share are those which have preferential right to the payment of dividend during the lifetime of the company and a preferential right to the return of capital when the company is winding up. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉണ്ട് രണ്ട് കാര്യത്തിലും, ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിലും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലും ദാൻ ഇക്വിറ്റി ഹോൾഡേഴ്സ്. അതായത് ഇക്വിറ്റി ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുൻപായിട്ട്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുത്ത് പിന്നീട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഡിവിഡൻറ്റ് പിന്നീട് ഇക്വിറ്റി ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ. റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാളും പ്രിഫറൻസ് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ റീപേ ചെയ്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കിട്ടൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് ഈസ് ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ആൻഡ് ദ ഹോൾഡേഴ്സ് ഓഫ് ഡിബഞ്ചർ ആർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ദേ ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. ആൻഡ് ഡിബഞ്ചർ ക്യാരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, ഒരു കടപ്പത്രം പോലെയാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഒരു കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. ഡിബഞ്ചറിന് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹൈ. ഓക്കെ, ഡിവിഡൻറ്റ് അല്ല കിട്ടുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ഡിവിഡൻറ്റ് കിട്ടുന്നത് ഇക്വിറ്റി ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുമാണ്. ഡിബഞ്ചറിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്, ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടും, ഒരു റെഗുലർ ഇൻകം കിട്ടും ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് വെരി ഹൈ. Okay, debenture holders are creditors of the company. Debenture is a debt instrument. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് അവന്യൂ, ബോണ്ട് എന്ന് പറയുന്നത് ഒരു സേഫർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്. ഇവിടെ ഇതൊരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയാണ്, ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് ബോണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് ഈസ് ആര് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് പൊതുവേ കുറവായിരിക്കും. കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇതൊരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്. ഓക്കെ, അപ്പം ബോണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയാണ്, ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന ഒരു സെക്യൂരിറ്റിയാണ്, ഒരു സേഫർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ വെദർ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ കമ്പനിയാണോ ഗവൺമെൻറ് ആണോ ഇഷ്യൂ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് റിട്ടേൺ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുമ്പം മണി മാർക്കറ്റ് ആർ മാർക്കറ്റ് ഫോർ റേസിങ് ഷോർട്ട് ടേം ഫണ്ട്സ്. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹിയർ ദ പ്ലെയേഴ്സ് ആർ ലിമിറ്റഡ്. ഓക്കെ, ഇവിടെ RBIയുടെ റെഗുലേഷനുണ്ട് മണി മാർക്കറ്റിന്, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് RBIയുടെ റെഗുലേഷനോട് കൂടി തന്നെയാണ്. ഇവിടുത്തെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ദ വേരിയസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഫസ്റ്റ് ട്രഷറി ബിൽ. ട്രഷറി ബിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. അപ്പം ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം? പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാം. അതായത് പബ്ലിക്ക് അതിലേക്ക് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ഇടാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദ മെച്യൂരിറ്റി പീരീഡ് ഈസ് ഫ്രം 6 months to 1 year. മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 6 months to 1 year. അതായത് അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെ കാണത്തുള്ളൂ. ഓക്കെ, ആൻഡ്
ട്രഷറി ബിൽ ഈസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റീപേയബിൾ അറ്റ് പാർ. അപ്പം ഗവൺമെൻറ് അത് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് റീപേ ചെയ്യുന്നത് ഗവൺമെൻറ് എങ്ങനെയാണ്? പാറിലാണ് റീപേ ചെയ്യുന്നത്. അതായത് ഇപ്പം 90ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് 100 റുപ്പീസിൻ്റെ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അത് 90ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 90 കൊടുത്താൽ മതി. വേറസ് ഗവൺമെൻറ് അത് റീപേ ചെയ്യുന്ന സമയത്ത് എത്ര കൊടുക്കും? 100 കൊടുക്കും. ഓക്കെ, അപ്പം 100 റുപ്പീസിൻ്റെ ആണെങ്കിൽ 90ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. റീപേ ചെയ്യുന്നത് ഗവൺമെൻറ് തിരിച്ച് പബ്ലിക്കിന് റീപേ ചെയ്യുന്നത് 100 ആയിട്ട് തന്നെ റീപേ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് അൺസെക്വേർഡ് പ്രോമിസറി നോട്ട് ഓഫ് ഷോർട്ട് ടേം മെച്യൂരിറ്റി ഓഫ് ഹൈലി ക്രെഡിറ്റ് റേറ്റഡ് കമ്പനീസ്. അപ്പം ഹൈലി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് നല്ല റേറ്റ് കൊടുക്കുന്ന കമ്പനികൾ ഇറക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സെക്യൂരിറ്റൈസ്ഡ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് മെച്യൂരിറ്റി പീരീഡ് ഈസ് 180 days. ആക്ച്വലി ദിസ് ഇറ്റ്സ് എ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പീരീഡിലേക്കാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. മോസ്റ്റ്ലി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊമേഴ്ഷ്യൽ പേപ്പർ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെക്യൂരിറ്റൈസ്ഡ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ടൈറ്റ് ലിക്വിഡിറ്റി അറ്റ് റിലേറ്റീവ്ലി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് സെക്യൂരിറ്റൈസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഒരു ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് തന്നെയാണ്. ആര് ഇഷ്യൂ ചെയ്യുന്നതാണ്? ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇവിടെ അവർക്ക് ടൈറ്റ് ലിക്വിഡിറ്റി വരുന്ന സമയത്ത് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റാണ് എന്ത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് മ്യൂച്വൽ ഫണ്ട്. Mutual fund mobilize the savings of general public and invest them in stock market securities. അതായത് പൂൾ ഓഫ് മണി കളക്റ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ചെറിയ സേവിങ്സുകൾ ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ അവരായിട്ട് അത് പൂൾ ചെയ്ത് അത് കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് നമ്മുടെ കയ്യിൽ നിന്നും ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഉള്ള അവരുടെ ചെറിയ സേവിങ്സ് കളക്ട് ചെയ്തിട്ട് പൂൾ കളക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? അവർ വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിമ്പിൾ ടു ഇൻവെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. ഓക്കെ, ആൻഡ് അവരെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ന് വെച്ചാൽ പ്രൊഫഷണലി മാനേജ്ഡ് ആണ്. അവർക്കറിയാം ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് ബെറ്റർ, മാർക്കറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഓരോ ടൈമിലും ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആണ് ബെറ്റർ എന്ന് അടിസ്ഥാനമാക്കി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റിട്ടേൺ മേടിച്ച് തരും. ഓക്കെ, ആൻഡ് നമുക്കിപ്പം കാര്യമായ വിവരമൊന്നും ഉണ്ടാകണമെന്നില്ല. ഓക്കെ, സ്മോൾ എല്ലാവർക്കും അറിവുണ്ടാകണമെന്നില്ല ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ അറിയാത്തവരെ സംബന്ധിച്ചും എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി? മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൽ കൊണ്ടുകൊടുത്താൽ അവരെന്ത് ചെയ്തോളും? ദേ ആർ പ്രൊഫഷണലി ബാക്ക്ഡ്. സോ അവർ അനലൈസ് ചെയ്തിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നല്ല റിട്ടേൺ നമുക്ക് മേടിച്ചു തരുന്നു. ഓക്കെ, ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് വി ഹാവ് നോ കൺട്രോൾ ഓവർ പോർട്ട്ഫോളിയോ. നമുക്ക് നമ്മുടെ സേവിങ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് സേവിങ്സിൽ ഇടണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവന് ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. അതിൽ നമുക്ക് എന്തില്ല? ഒരു കൺട്രോൾ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആക്ച്വലി ലൈഫ് റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൂടെയാണ്. ഓക്കെ, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഹെഡ് ഓഫ് ദ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മെമ്പേഴ്സിനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിന് ടാക്സ് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. വേറെയും ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്, എന്നാലും മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പം അത് അവരവരുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പോളിസിയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ബിലോങ്ങിങ്സിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോളിസിയാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ടാക്സ് ബെനിഫിറ്റും ഓഫർ ചെയ്യുന്നുണ്ട് ലൈഫ്
ഇൻഷുറൻസ് പോളിസീസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പം ഫ്ലാറ്റ് അവിടെ പോപ്പുലർലി വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിൽഡിംഗ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, ഫ്ലാറ്റ് എക്സെട്ര. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഫ്ലാറ്റിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു റെഗുലർ ഇൻകവും കിട്ടും, പ്ലസ് ക്യാപിറ്റൽ അപ്രിസിയേഷനും ഉണ്ട്. ഓക്കെ, ഇപ്പം വെറും തറയൊക്കെയാണ് അല്ലെങ്കിൽ പ്ലെയിൻ ലാൻഡാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷനേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പം അവിടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടും. അതുപോലെ തന്നെ റെഗുലർ ഇൻകം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോപ്പർട്ടി അടിസ്ഥാനമായിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അവിടെ പറയാനുള്ളത് അത് ഒരു സേഫർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, വെൽത്ത് ജനറേഷനാണ്. കാര്യമായിട്ട് ഒരു റിസർച്ച് നടത്തി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രോപ്പർട്ടി നമ്മൾ അക്വയർ ചെയ്യാനായിട്ട്. അതുപോലെ ഒരു സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് എന്തെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹ്യൂജ് ഫണ്ട് എന്തിന് വേണ്ടി വരുന്നു, ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് വേണ്ടി വരുന്നു, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്, നമ്മൾ വൺസ് പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് അതെല്ലാം നമ്മുടെ ബേർഡൻ ആണ്. ഓക്കെ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ബിൽഡിംഗ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, ഫ്ലാറ്റ്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അതുപോലെ റെഗുലർ ഇൻകവും കിട്ടാം. ഇതെന്ന് പറയുന്ന ഒരു സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്. ആൻഡ് എന്താ പറയുന്നത്, മെയിൻ്റനൻസ് കോസ്റ്റ് ആകുന്നുണ്ട്, ഹ്യൂജ് ഫണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ ലിക്വിഡിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് എപ്പോഴും ഡിമാൻഡുള്ള കാര്യമാണ് ഗോൾഡും സിൽവർ എന്നൊക്കെ പറയുന്നത്. റിസ്ക് ഉണ്ട്. ഓക്കെ, റിസ്ക് ഉണ്ട്, പക്ഷെ നമുക്കൊരു റെഗുലർ ഇൻകം എന്ന് പറയുന്നത് എന്തിൽ നിന്ന് കിട്ടുന്നില്ല, ഗോൾഡിലോ സിൽവറിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു റെഗുലർ ഇൻകം, ഒരു മന്ത്ലി ഇൻകം കിട്ടുന്നില്ല. വേറെ ഇവിടെ ഉള്ളത് എന്താണ്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ്, ഒരു ഗ്രോത്ത് ആണുള്ളത്. ഓക്കെ, റിസ്ക് ഉണ്ട്. ഇപ്പം തന്നെ ഗോൾഡിൻ്റെ റേറ്റ് കൂടി പോകും. അത് ഇപ്പം ഗോൾഡ് കയ്യിലുള്ളവർക്ക് നല്ലതാണ്. ഇപ്പം പെട്ടെന്ന് നമ്മൾ കൂട്ടിയിട്ട് കുറച്ച് കാലം നോക്കുമ്പോഴത്തേനും അത് താഴോട്ട് ഗോൾഡിൻ്റെ റേറ്റ് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലോസ്. ഓക്കെ, അപ്പം ഗോൾഡിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നല്ലതാണ്, കയ്യിലുള്ളവർക്ക് അത് വിൽക്കാം. ഓക്കെ, നല്ലതാണ്. വേറെ നമ്മൾ ഈ ഒരു സമയത്ത്, ഈ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പോയി ഗോൾഡ് വാങ്ങിച്ചതിൻ്റെ വേറെ നെക്സ്റ്റ് ഡേ ഗോൾഡിൻ്റെ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോസ് സംഭവിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയ റിസ്ക് ഉണ്ട്. ഓക്കെ, പക്ഷേ ലിക്വിഡിറ്റി ഉള്ള ഒന്നാണ് എന്ത്, ഗോൾഡ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം, ക്യാഷ് ആക്കാം. ഓക്കെ, ഡിമാൻഡുള്ള ഒന്നാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഒരു വെൽത്ത് തന്നെയാണ്, നമ്മുടെ കയ്യിലുള്ളൊരു സ്വത്ത് തന്നെയാണ് എന്തത് ഗോൾഡ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഇൻകം എന്ന് പറയുന്നത്, ഒരു റെഗുലർ ഇൻകം, ഒരു മന്ത്ലി ഇൻകം നമുക്കിവിടെ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് ലോങ് ടേം ഡെപ്റ്റ് സ്കീം ഓഫ് ഗവൺമെൻറ്. അതായത് ഇത് ഗവൺമെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പം ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ടേമിലേക്ക്, ഒരു ഫിക്സഡ് ടെന്യൂറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ടാക്സബിൾ ആണ്. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. ലോ റിസ്ക്കും ലോ റിട്ടേണുമാണ്. ഓക്കെ, റിസ്ക് കുറവാണ്, അതനുസരിച്ച് റിട്ടേണും എങ്ങനെയാണ്, കുറവാണ്. ഇൻ കേസ് നമ്മൾ സേവിങ്സിലൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഫിക്സഡിന് കിട്ടുന്നതിനേക്കാൾ കുറവ് റിട്ടേൺ ആണ് എന്തിൽ നിന്ന് കിട്ടുന്നത്, സേവിങ്സ് അക്കൗണ്ടിന് കിട്ടുന്നത്. പക്ഷേ സേവിങ്സ് അക്കൗണ്ട് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫിക്സഡ് പീരീഡിന് അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീം. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എന്ന് പറയുന്നത് സ്മോൾ സേവിങ്സ് പബ്ലിക്കിൻ്റെ കളക്ട് ചെയ്തിട്ട് അത് ഒരു സേവിങ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഓക്കെ, നമ്മുടെ ബാങ്കിൻ്റെ സേവിങ് അക്കൗണ്ട് കണക്ക് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും, പക്ഷേ ഒരു സേഫറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, റിസ്ക് കുറവാണ്. കമ്പനി ഡെപ്പോസിറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് റിസ്ക്. റിസ്ക് ഈസ് എ ചാൻസ് ഓഫ് ഫ്യൂച്ചർ ലോസ് ദാറ്റ് ക്യാൻ ബി ഫോർസീൻ. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേണിനേക്കാളും കുറവ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ,
ദാറ്റ് ഈസ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാളും നമ്മുടെ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അവിടെ നമുക്ക് റിസ്ക് ആണെന്ന് പറയാം. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ എലമെൻറ്റ് ഓഫ് റിസ്ക്. എലമെൻറ്റ് ഓഫ് റിസ്ക് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എലമെൻറ്റ് ഓഫ് റിസ്കിൽ it is classified into two types, that is systematic risk and other one is unsystematic risk. Systematic risk എന്ന് പറയുന്നത് that is external to the firm and cannot be controlled and it is broad in effect. These factors are systematic risk. Systematic risk എന്ന് പറയുമ്പം ഇതെന്ന് പറയുമ്പം ഇറ്റ്സ് എക്സ്റ്റേണൽ ടു ഫേം. ഒരു ഫേമിൻ്റെ എക്സ്റ്റേണൽ, അതായത് അതിൻ്റെ പുറത്ത് വരുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് അൺകൺട്രോളബിൾ. അൺകൺട്രോൾ മീൻസ് ആ ഫേമിന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ആൻഡ് ഇത് ബ്രോഡ് ഇൻ ഇഫക്റ്റ് ആണ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് ആ വേർഡിൽ തന്നെ പറയുന്നുണ്ട്, അത് ഒരു ആ റിസ്ക് വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. നമുക്കറിയാം നമ്മളെല്ലാം ഒരു എൻവയോൺമെൻറ്റിലാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം കണക്കാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോട്ട് കൺട്രോളബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ എക്കോണമിക് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റം, ഇൻഫ്ലേഷൻ വന്നാൽ, അതുപോലെ നമ്മുടെ ടാക്സേഷൻ സിസ്റ്റം, ഇതൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫോമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് കൺട്രോളബിൾ. അപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകളാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഒരു റിസ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിച്ച് ഈസ് എക്സ്റ്റേണൽ ടു ദ ഫേം ആൻഡ് കനോട്ട് ബി കൺട്രോൾ ആൻഡ് ഇറ്റ് ഈസ് ബ്രോഡ് ഇൻ ഇഫക്റ്റ്. Okay, and next one is unsystematic risk. Unsystematic risk എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സസ് റിസ്ക് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഡൈവേഴ്സിഫിക്കേഷനിൽ കൂടെ നമുക്കത് അവോയ്ഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എഫിഷ്യൻ്റ്ലി നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസ്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നല്ലതുപോലെ എഫിഷ്യൻ്റ്ലി നമ്മൾ പോർട്ട്ഫോളിയോ മേക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ വരുന്ന ആ റിസ്ക്കാണ്, എക്സസ് റിസ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ആ റിസ്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ റിസ്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് which are factors are within the firm and hence controllable to a large degree and it is peculiar to industry or firm. അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഒരു ലാർജ് ഡിഗ്രി ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് പെക്യുലർ, ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പെക്യുലർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്, സോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്കിനകത്ത് വരുന്നത്. അപ്പം രണ്ട് തരം റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. റിസ്ക് വി നോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസ്ക് ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ദ പോസിബിലിറ്റി ദാറ്റ് റിയലൈസ്ഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി വിൽ ബി ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പറയാം, റിസ്ക് ഉണ്ടെന്ന് പറയാം. ഓക്കെ, നമ്മുടെ റിയലൈസ്ഡ് റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ റിട്ടേൺ ലെസ്സും ദാൻ അവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ, നമ്മൾ പ്രതീക്ഷിച്ച റിട്ടേണിനേക്കാളും നമ്മൾക്ക് കിട്ടിയത് കുറവാണെങ്കിൽ അവിടെ റിസ്ക് എന്ന് പറയാം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്, എക്സ്റ്റേണൽ ടു ദ ഫേം ആണ്, ബ്രോഡ് ഇൻ ഇഫക്റ്റ് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് വിത്തിൻ ഫേം ആണ്, കൺട്രോളബിൾ ടു ലാർജ് എക്സ്റ്റെൻറ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് പെക്യുലർ ടു ഇൻഡസ്ട്രി ഓർ ഫേം. ഇനി സിസ്റ്റമാറ്റിക് റിസ്കിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരം എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആൻഡ് പർച്ചേസ് റേറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് it is referred to as variability in stock returns due to changes in investors' attitude and
എക്സ്പെക്റ്റേഷൻസ്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈക്കോളജിക്കൽ മൂവ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോക്കിൽ വേരിയേഷൻസ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് മാർക്കറ്റ് റിസ്ക്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് മൂവ് അപ്പ് ഓർ ഡൗൺ. ഇവിടെ ഷെയർസിൻ്റെ പ്രൈസ് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ പുറകോട്ട് പോവുകയോ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. വെൻ മാർക്കറ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് there may be fluctuation in the rate of return from securities also. ദിസ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അതായത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മൾക്കുള്ള റേറ്റ് ഓഫ് റിട്ടേണിൽ ഫ്ലക്ച്വേഷൻ വരുന്നെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഇക്വിറ്റി പോലുള്ള ഇക്വിറ്റി അല്ല മൊത്തത്തിൽ ആകെപ്പാടെ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, അപ്പം RBI തന്നെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഡെപ്പോസിറ്റുകൾക്കൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ എന്ത് ചെയ്തതാണ്, നമ്മുടെ ഇക്വിറ്റി ആയിക്കോട്ടെ ഡെപ്പോസിറ്റുകളായിക്കോട്ടെ മസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അവിടെ RBI തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്ന നമ്മൾ ഇട്ടേക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനും അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്ച്വേഷൻസ് വരുന്നു. ഓക്കെ, ഇനി പർച്ചേസ് റേറ്റ് റിസ്ക് ഇറ്റ് അറൈസസ് ഔട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് റെഫേഴ്സ് ടു വേരിയേഷൻ ഇൻ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റേഴ്സ് കോസ്റ്റ് ബൈ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിട്ടേണിൽ എന്ത് വരുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അതായത് ഇപ്പം നമുക്കറിയാം നമ്മളൊരു നമ്മുടെ കൺസംഷൻ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻഫ്ലേഷൻ്റെ ടൈമിൽ വില കൂടിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സേവിങ്സ് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ത് ഇല്ലാതാവും, we have the power to purchase a particular commodity. ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാനുള്ള ഒരു പവർ, ഒരു കപ്പാസിറ്റി ഇല്ലാതാവുന്നു. അപ്പോൾ നമ്മുടെ സേവിങ്സ് എന്ത് ചെയ്യുന്നു, ഡൈവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന റിസ്ക് ആണ് പർച്ചേസ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പർച്ചേസ് റേറ്റ് റിസ്ക് ഇറ്റ് അറൈസസ് ഔട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസിൽ വരുന്ന ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിസ്ക് ആണ് പർച്ചേസ് പവർ റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു വേരിയേഷൻ ഇൻ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റേഴ്സ് കോസ്റ്റ് ബൈ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള റിട്ടേണിൽ വരുന്ന വേരിയേഷൻ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, പർച്ചേസ് റേറ്റ് റിസ്ക്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ വരുമ്പോഴത്തേനും അവരുടെ കയ്യിലുള്ള സേവിങ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അവർ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് രണ്ട് ടൈപ്പാണ്, ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ് റിസ്ക് ദാറ്റ് ഈസ് ദ വേരിയബിലിറ്റി ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഡ്യൂ ടു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഓഫ് എ ഫേം ഈസ് കോൾഡ് ബിസിനസ് റിസ്ക്. ഓക്കെ, അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം ബിസിനസ്സിന് കിട്ടുന്ന വരുമാനത്തിന് എന്ത് ചെയ്യുന്നു, വേരിയബിലിറ്റി വരുന്നു. അതിന് കാരണം എന്താണ്, ആ ബിസിനസ് തന്നെയാണ് അതിന് കാരണം. ഓക്കെ, ഇപ്പം നല്ല മാനേജറൽ എഫിഷ്യൻസി നല്ലതല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മാനേജറൽ ഇൻഎഫിഷ്യൻസി വരികയാണ്, ലേബർ പ്രോബ്ലംസ് വരികയാണ്, അല്ലെങ്കിൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ വേരിയബിലിറ്റി വരുന്നെങ്കിൽ ദാറ്റ് ഈസ് ബിസിനസ് റിസ്ക്. ഓക്കെ, അപ്പോൾ ബിസിനസ് റിസ്ക് ഈസ് ദ വേരിയബിലിറ്റി ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം ഡ്യൂ ടു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഓഫ് എ ഫേം ഈസ് കോൾഡ് ബിസിനസ് റിസ്ക്. ഓക്കെ, ഇറ്റ് അറൈസസ് ഫ്രം ദ ഇനബിലിറ്റി ഓഫ് എ ഫേം ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് എഡ്ജ് ഓർ ഗ്രോത്ത് ഓർ സ്റ്റെബിലിറ്റി ഓർ ഏർണിങ്സ്. Okay, next is financial risk. It refers to variability in return due to change in capital structure. Capital structure of a company consists of equity fund and borrowed fund. When the debt equity mix
ചേഞ്ചസ്, ദ റിട്ടേൺ ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഓൾസോ ചേഞ്ചസ്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് റിട്ടേൺ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ, അതായത് നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ബോറോഡ് ഫണ്ടും ഉണ്ട്, ഏൺഡ് ഫണ്ടും ഉണ്ട്. ഓക്കെ, അപ്പം ബോറോഡ് ഫണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ക്രെഡിറ്റേഴ്സിനായിക്കോട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടും. അതനുസരിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡിൽ കുറവ് വരും. അപ്പം ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് റെഫേഴ്സ് ടു വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നതനുസരിച്ചിട്ട് റിട്ടേണിൽ മാറ്റം വരുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിയും ഡെപ്റ്റും അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടും ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ ചേഞ്ച് വരുന്നതനുസരിച്ച് ഇക്വിറ്റി ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡിലും ചേഞ്ച് വരുന്നു. ഓക്കെ, താങ്ക് യു.